ഇന്ന് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തിയെടുക്കുക. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതേ കപ്പിൽ നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ആ സെയിം കപ്പിൽ തന്നെ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മൾ ഓട്ടടയൊക്കെ ചൂടാൻ ഉപയോഗിക്കുന്ന മൺചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് ചട്ടി ചൂടായി വരണം. ആ സമയത്ത് നമുക്ക് ഒരു തവി മാവ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒറ്റ തവി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് പരത്തി കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുന്നതും ചെയ്യരുത്. ഇത് നിറയെ ഇതുപോലെ ഹോൾസ് വരും. നന്നായിട്ട് ഹോൾസ് കംപ്ലീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി. കാരണം ഇത് ഓൾറെഡി നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ആ ഒരു ഉൾവശമൊക്കെ ഒന്ന് കുക്കാവാനായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ ഓട്ടട നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി അടുത്ത മാവ് ഒഴിക്കുന്ന സമയത്ത് നമുക്കിത് വീണ്ടും തീ കൂട്ടി വെക്കണം. ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഹോൾസ് വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് എന്നിട്ട് നമുക്കത് എടുത്ത് മാറ്റാം. അതുപോലെ തന്നെ എല്ലാം ചെയ്യുക. ഒഴിക്കുന്ന സമയത്ത് ചട്ടിക്ക് നല്ല ചൂട് വേണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴായിരിക്കും കറക്റ്റ് ആ ഹോൾസ് നന്നായിട്ട് നിറയെ വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ, നല്ല സോഫ്റ്റാണ്. താഴ്വശം അങ്ങനെ കരിഞ്ഞു പോയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നല്ല തേങ്ങാപ്പാൽ പഞ്ചസാരയും അതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ല ചിക്കൻ കറിയുടെ കൂടെയും മുട്ട റോസ്റ്റിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും പറയാം. പുതിയ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്